കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ബോട്ടുകൾ ഇനി അയോധ്യയിൽ. ഉത്തർപ്രദേശ് സർക്കാരിനായി നിർമ്മിച്ച ഇലക്ട്രിക് ബോട്ടുകൾ അയോധ്യയിലും വാരണാസിയിലും സർവീസ് നടത്തും. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെത്തുന്ന പ്രധാനമന്ത്രി ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചി വാട്ടർ മെട്രോ മാതൃകയിലുള്ള 2 ഇലക്ട്രിക് ബോട്ടുകളാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്കായി തയ്യാറാക്കിയത്. 50 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് ഓരോ ബോട്ടുകളും. രാജ്യത്തെ നദികളിൽ ഇലക്ട്രിക് ബോട്ട് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായാണ് ബോട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ബോട്ട് സർവീസ്. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന 8 ബോട്ടുകളിൽ 2 എണ്ണമാണ് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോയത്. മറ്റ് 6 എണ്ണത്തിന്റെ നിർമ്മാണം കൊച്ചി കപ്പൽശാല കൊൽക്കത്ത ഹുഗ്ലി നിർമ്മാണശാലയിലാണ് പൂർത്തിയായി വരുന്നത്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സമാനമായ സൗകര്യങ്ങളും പ്രത്യേകതകളും എല്ലാമാണ് അയോധ്യയിലേക്ക് നിർമ്മിച്ച ബോട്ടുകളിലുമുള്ളത്. അമിത യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുന്ന പാസഞ്ചർ കൺട്രോളിംഗ് സിസ്റ്റവും ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങളുമാണ് ബോട്ടിലുള്ളത്. പൂർണ്ണമായും ശീതീകരിച്ച ബോട്ടിൽ അതിനൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഒരുപോലെ ചേരുന്നു. രാമജന്മഭൂമിയിലെത്തുന്ന തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും അയോധ്യയുടെ ദൃശ്യചാരുത ജലയാത്രയിലൂടെ ഇനി കൺകുളിർക്കെ കാണാം. ജനം, കൊച്ചി.